ഒട്ടേറെ മനുഷ്യ ജീവനുകൾ നഷ്ടപ്പെട്ട വയനാട്ടിലെ പ്രകൃതി ദുരന്തം നമുക്ക് ഇപ്പോഴും വലിയ ചർച്ചാ വിഷയമാണ്. കാരണം അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഇനിയും കിടക്കുന്നു. കേന്ദ്ര സഹായം കിട്ടാതെ ഒരു സംസ്ഥാന സർക്കാർ മാത്രം അതിന് ശ്രമിക്കുന്നതിൻ്റെ വൈതരണികൾ, അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒക്കെ നമുക്ക് അറിയാം. അതേപോലെ മറ്റൊരു മനുഷ്യ ദുരന്തം രാഷ്ട്രീയ തലത്തിൽ അടുത്ത കാലത്ത് വയനാട്ടിൽ സംഭവിച്ചിട്ട് അതിൽ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ അമരത്തിരിക്കുന്നവർ എന്ത് ചെയ്തു അതവിടെ നിൽക്കട്ടെ. അതോടൊപ്പം ആ വിഷയത്തെ നമ്മുടെ മാധ്യമങ്ങൾ എത്രമാത്രം ചർച്ച ചെയ്തു, ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ. ഞങ്ങളിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുകയായിരുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ വയനാട് ജില്ലാ ട്രഷററും അദ്ദേഹത്തിൻ്റെ മകനും കടക്കണി മൂല ആത്മഹത്യ ചെയ്തത് കുടുംബ പ്രശ്നമായിട്ട് ഒതുക്കാൻ ശ്രമിച്ച കാര്യം. എന്നാൽ അത് രാഷ്ട്രീയമാണ്. കൈക്കൂലി ജോലി കിട്ടാൻ വേണ്ടി സഹകരണ അർബൻ ബാങ്കിൽ ജോലി കിട്ടാൻ വേണ്ടി കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കിലെ വൻ അഴിമതിയുടെ ഒരു ഐസ്ബർഗ്, അതിൻ്റെ മഞ്ഞുകട്ട മാത്രമാണ് ആദ്യം കണ്ടത്. അല്ലാതെ കുടുംബ പ്രശ്നങ്ങളുടെ മൂലം ആത്മഹത്യ ചെയ്തതല്ല ഒരച്ഛനും മകനും എന്നത് പുറത്തു വന്നപ്പോൾ ആ രാഷ്ട്രീയത്തെ പറ്റി ചർച്ച ചെയ്യാൻ ഇവിടുത്തെ എത്ര മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറായി? ഇല്ല. ചെറിയ കോളത്തിൽ ആ വാർത്തകൾ ചെറിയ ന്യൂസിൽ ഒതുക്കി. അതേസമയം കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം, ആത്മഹത്യയെ എങ്ങനെയാണ് മാധ്യമങ്ങൾ ആഘോഷിച്ചത്? CPIM-നെതിരായിട്ട് അതിനെ എങ്ങനെ ആഘോഷിച്ചു? കാരണം അതിൽ പ്രതിസ്ഥാനത്ത് വന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPIM-ന്റെ ജില്ലാ കമ്മിറ്റി മെമ്പറുമായ PP ദിവ്യ ആയിരുന്നു. അതിൻ്റെ പേരിൽ എന്തെല്ലാം നാടകങ്ങളാണ്, കല്ലുവെച്ച നുണയും അർദ്ധസത്യങ്ങളും ഒക്കെ ചേർത്തിട്ട് എത്രയെത്ര വാർത്തകളാണ് ചാനലുകളും പത്രങ്ങളും ഓൺലൈനിലും നിരത്തിയത് CPIM-നെതിരായിട്ട്. പാർട്ടി ദിവ്യക്കെതിരെ നടപടിയെടുത്തു, അവരെ തരം താഴ്ത്തി. കേസിന്റെ വഴിക്ക് പോകുന്നു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവർ ജയിലിൽ പോയി കിടന്നു. അവരിപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങി കേസിന്റെ വിചാരണയിലേക്ക് പോകുന്നു. അത് ആ വഴിക്ക് പോകട്ടെ. പക്ഷെ ഇതിനെ, ഒരു പ്രശ്നത്തെ നമ്മുടെ മാധ്യമങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ എങ്ങനെ അവതരിപ്പിച്ചു എന്നത് വലിയൊരു ചോദ്യമാണ്. വയനാട്ടിൽ എന്ത് സംഭവിച്ചു? വയനാട്ടിലെ എന്താ റിപ്പോർട്ട് ചെയ്യാത്തത്? വയനാട്ടിലെ വിഷയം കോൺഗ്രസ് പ്രസ്ഥാനത്ത് കോൺഗ്രസ് നേതാക്കൾ വരുന്നത് കൊണ്ട് ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്ത ആർക്ക്? നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക്. അതുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യും, നമ്മൾ ഓൺലൈൻ മീഡിയ ചർച്ച ചെയ്യും. PP ദിവ്യയുടെ പ്രശ്നവും നവീൻ ബാബുവിന്റെ മരണവും ആത്മഹത്യന്റെ കേസ് നടക്കുന്നു, അത് നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഇതും ചർച്ച ചെയ്യണ്ടേ? നമ്മൾ ചർച്ച ചെയ്താൽ മതിയാവും. എന്താണ് ഇതിൻ്റെയൊക്കെ അഴിമതിയുടെ ഉത്തരവാദികൾ, അതിന് മറുപടി പറയണ്ടേ? അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, വളരെ നീണ്ടുപോകും ഈ വീഡിയോ. അതുകൊണ്ട് ചുരുക്കി അത് നമ്മൾ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിലെ എന്താണ് കേസ് ഒറ്റ നോട്ടത്തിൽ പറഞ്ഞാൽ, വയനാട് DCC ട്രഷറർ NM വിജയനും മകൻ ജിജേഷും ജീവനൊടുക്കി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ട് ജീവനൊടുക്കിയതിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പ് പുറത്ത്. മുൻ DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ MLA, ചെറിയ പുള്ളികളല്ല പ്രതിസ്ഥാനത്ത് വരുന്നത്, മുൻ വയനാട് DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണൻ, നിലവിൽ MLA, ഇപ്പോഴത്തെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ തുടങ്ങിയവർ തട്ടിയെടുത്ത പണത്തിന്റെയും പാർട്ടിക്ക് വേണ്ടി ഏറ്റെടുക്കേണ്ടി വന്ന ലക്ഷങ്ങളുടെയും ബാധ്യതയുള്ളതിനാലാണ് ജീവൻ ഒടുക്കുന്നതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. കോഴപ്പണം നേതാക്കൾ പങ്കിട്ടെടുത്തെന്നും ആത്മഹത്യാക്കുറിപ്പിൽ. നേതാക്കൾ തട്ടിയ ലക്ഷങ്ങളുടെ ബാധ്യത ചുമലിലായതോടെ മകനൊപ്പം ജീവൻ ഒടുക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന കുറിപ്പ് കോൺഗ്രസ് നേതാക്കൾക്കും മകൻ വിജേഷിനുമാണ് എഴുതിയത്. മറ്റൊരു മകനായ വിജേഷിനും കോൺഗ്രസ് നേതാക്കൾക്കും ഈ അച്ഛനും മകനും, രണ്ടു മക്കളിൽ ഒരാളാണ്, ഇവര് രണ്ടുപേരും കൂടെ എഴുതിയ ആത്മഹത്യാക്കുറിപ്പാണ്. അതിലെന്താണ് പറയുന്നത്? ബാങ്ക് നിയമനങ്ങൾക്കായി വാങ്ങിയ പണം നേതാക്കൾ പങ്കിട്ടെടുത്തു. ആര്? കോൺഗ്രസ് നേതാക്കൾ, വയനാട്ടിലെ DCCയുടെ കെയർ ഓഫിലുള്ള നേതാക്കൾ. IC ബാലകൃഷ്ണൻ MLA നിർദ്ദേശപ്രകാരമാണ് അച്ഛൻ പണം നൽകിയത്. കടത്തിൽ കുരുങ്ങിയപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ല. കുറിപ്പിൽ പറയുന്നു, ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു.
മരണക്കുറിപ്പ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും KPCC പ്രസിഡന്റ് കെ. സുധാകരനും വിജയന്റെ മകൻ വിജേഷ്, ജീവിച്ചിരിക്കുന്ന മകൻ വിജേഷ് എത്തിച്ചു നൽകിയിട്ടും ഇടപെടാത്തതിനെ തുടർന്നാണ് ആത്മഹത്യാക്കുറിപ്പ് പുറത്തുവിട്ടത്. വിജയൻ മകൻ എഴുതിയ കത്തിൽ പറഞ്ഞത് പ്രകാരമാണ് നേതാക്കൾക്ക് മരണക്കുറിപ്പ് എത്തിച്ചു കൊടുത്തത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും കത്ത് നൽകണമെന്നും നേതാക്കൾ ഇടപെട്ടില്ലെങ്കിൽ പോലീസിനും മാധ്യമങ്ങൾക്കും നൽകണമെന്നും ആത്മഹത്യാക്കുറിപ്പിലുണ്ട്. നേതാക്കൾ വാങ്ങിയ കോഴയ്ക്ക് സ്ഥലവും ചെക്കും ഈടായി നൽകേണ്ടി വന്നു. ആരുടെ? സ്വന്തം ഭൂമി, വീടും സ്ഥലവും, അതുപോലെ ചെക്കും ഈടായി നൽകേണ്ടി വന്നു. ബത്തേരി സഹകരണ ബാങ്കിലെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ ആയിരുന്നപ്പോൾ പാർട്ടി തലയിൽ കെട്ടി ഏൽപ്പിച്ച 32 ലക്ഷത്തിന്റെ ബാധ്യത തീർക്കാൻ എടുത്ത വായ്പ പലിശ സഹിതം 65 ലക്ഷത്തിലധികമായി. താമസിക്കുന്ന വീടും 10 സെന്റും ഈടായി നൽകിയാണ് വായ്പ എടുത്തത്. പാർട്ടിക്ക് വേണ്ടി സ്വന്തം പ്രോപ്പർട്ടി പണയപ്പെടുത്തി. ഇത് ജപ്തി ഭീഷണിയിലാണ്. ജപ്തി ചെയ്താൽ കുടുംബം റോഡിലേക്ക് ഇറങ്ങേണ്ടി വരും. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. ബത്തേരി അർബൻ ബാങ്കിലെ നിയമനത്തിന് IC ബാലകൃഷ്ണൻ MLA ഉൾപ്പെടെയുള്ളവർക്ക് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങി നൽകിയ പണം നിയമനം നൽകാത്തതിനാൽ തിരികെ കിട്ടാൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് KPCC പ്രസിഡന്റിന് 2021 അയച്ച കത്തും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ എന്തായി? ലോൺ സംഖ്യ 65 ലക്ഷമായി ഉയർന്നു. വീട് ജപ്തി ചെയ്തായി കുടുംബം വഴിയിലിറങ്ങേണ്ടി വരും. പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആത്മഹത്യാക്കുറിപ്പ് അയച്ചത്. ഈ കത്ത് KPCC പ്രസിഡന്റ് കെ. സുധാകരന് ഡിസംബർ 3-നോ 4-നോ കിട്ടിയത്രേ. ഡിസംബർ 3-നല്ല, ജാനുവരി 3-നോ 4-നോ കിട്ടിയത്രേ. കിട്ടിയിട്ടും ഇത് തുറന്നു വായിച്ചില്ല എന്നാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് കെ. സുധാകരൻ പറയുന്നത്. വി.ഡി. സതീശന് അതിനെപ്പറ്റി കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. കത്ത് വായിച്ചോ ഇല്ലയോ, എന്ത് പ്രതികരണമാണെന്ന് കൃത്യമായിട്ടൊന്നും പറയുന്നില്ല. ഈ അച്ഛനും മകനും ഇങ്ങനെ ആത്മഹത്യ ചെയ്ത് ഇവരുടെ ശവസംസ്കാരത്തിന് ഈ പറയുന്ന ഒരു കോൺഗ്രസ് നേതാക്കളും എത്തിയില്ല. ഒരു അനുശോചന സന്ദേശങ്ങളും ഇല്ല. രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ, നിലവിലെ MP പ്രിയങ്ക ഗാന്ധി, മുൻ MP രാഹുൽ ഗാന്ധി വയനാട്ടിലെ, ഇവരാരും ഒരു അനുശോചന സന്ദേശം പോലും ഇതുവരെ ഇറക്കിയിട്ടില്ല. അപ്പൊ എത്ര ദാരുണമായ ഒരു സംഭവമാണ് ഇതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അതാണ്, കത്ത് കിട്ടി വായിച്ചില്ല എന്നാണ് സുധാകരൻ പറയുന്നത്. ആത്മഹത്യ ചെയ്ത DCC ട്രഷറർ NM വിജയന്റെ കത്ത് ലഭിച്ചതായി KPCC പ്രസിഡന്റ് കെ. സുധാകരൻ കോതമംഗലത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്നലത്തെ കാര്യമാണ് പറഞ്ഞത്. കത്ത് ഇതുവരെ വായിച്ചിട്ടില്ല. പുറത്തുവന്ന വിവരങ്ങൾ ഗൗരവമുള്ളതാണ്. ഏത് കൊമ്പനായാലും തെറ്റുകാരനാണെങ്കിൽ നടപടി സ്വീകരിക്കും. വിഷയം അന്വേഷിക്കുന്ന KPCC സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല. KPCC സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആരൊക്കെ? TN പ്രതാപനും അച്ചടക്ക സമിതി കൺവീനറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും TN പ്രതാപനും ഒക്കെ ഉൾപ്പെടുന്ന ഒരു അന്വേഷണ കമ്മിറ്റിയെ വെച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ആത്മഹത്യാക്കുറിപ്പിലെ മറ്റു ചില വാചകങ്ങൾ: 50 കൊല്ലം കോൺഗ്രസിന് വേണ്ടി ജീവിതം തുലച്ച ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ പാർട്ടിയിലെ അനുഭവങ്ങൾ പറഞ്ഞ് പാർട്ടിയെ നശിപ്പിക്കാൻ എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതുവരെ ഞാൻ ആരോടും പങ്കുവയ്ക്കാത്തത്. അതായത് ഇത്രയും കടം പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടും അത് വീട്ടിൽ പോലും പറയാത്ത ഒരു കോൺഗ്രസ് പ്രവർത്തകൻ നേതാവായിരുന്നു ഈ പറയുന്ന NM വിജയൻ. ആലോചിക്കണം. എനിക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. വീട്ടിൽ, കുടുംബത്തിൽ ഇതറിഞ്ഞാൽ ഞാൻ മരിക്കേണ്ടി വരും. മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് ഉത്തരവാദി പാർട്ടിയും മേൽപ്പറഞ്ഞ നേതാക്കന്മാരും മാത്രം ആയിരിക്കും. എന്താ കഥ? നവീൻ ബാബുവിൻ്റെ കണ്ണൂർ ADMന്റെ മരണത്തെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ അതിനെ ചെറുതാക്കി കാണിക്കുകയല്ല ഞങ്ങൾ. അവിടെ ഒരു മരണം, ഇവിടെ 2 മരണം, 2 ആത്മഹത്യകൾ ഒരു കുടുംബത്തിൽ, അച്ഛനും മകനും. കോൺഗ്രസിൻ്റെ ഒരു ജില്ലാ ട്രഷറിൻ്റെ ജില്ലയിലെ പ്രമുഖ നേതാവ്, അദ്ദേഹത്തിൻ്റെ മകനും കടക്കണി മൂലം ആത്മഹത്യ ചെയ്തു. കടക്കണിക്ക് കാരണം കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ നേതാക്കൾക്ക് കാശ് കൊടുത്തതില്ല. ജോലി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അർബൻ ബാങ്കിൽ ജോലി തരുമെന്ന് പറഞ്ഞ് കാശ് വാങ്ങിക്കൊടുത്തവർ അവർ പറ്റിച്ചു, വഞ്ചിച്ചു. IC ബാലകൃഷ്ണൻ MLAക്ക് പൈസ കൊടുത്തു. കൂടെയുള്ളവർക്കും പങ്കാളികൾക്കും എല്ലാം ഇതറിയാം. ഇപ്പം പൈസയുമില്ല, ജോലിയില്ല. അവർ വന്ന് ചോദിക്കാൻ തുടങ്ങി വിജയനോട്, കോൺഗ്രസ് ട്രഷറോട് ചോദിക്കാൻ തുടങ്ങി, എവിടെ ഞങ്ങളുടെ ജോലി, അല്ലെ ഞങ്ങളുടെ പണം തിരിച്ചതാ. അവിടെയാണ് ഇത് ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള കോൺഗ്രസ് നേതാക്കളുടെ സമീപനം എന്താണ്? മരിച്ച വീട്ടിൽ, ആത്മഹത്യ ചെയ്ത് അവർ മരിച്ച വീട്ടിൽ
ആ ശവസംസ്കാര ചടങ്ങുകളിൽ മാന്യമായിട്ട് പങ്കെടുത്തോ, ഒരു അനുശോചന സന്ദേശം ഇറക്കിയോ, അവസാനം കുടുംബത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി. കുടുംബ പ്രശ്നം മൂലമാണ് അച്ഛനും മകനും ആത്മഹത്യ ചെയ്തത്. ഇതാ വിഷയം, അതിന്റെ സംഭവങ്ങളുടെ ഒരു പരമ്പര, അതിന്റെ ഒരു ഡീറ്റെയിൽസ് അങ്ങനെ. ഇത് മാധ്യമങ്ങൾക്ക് എന്താ ചർച്ചയാകാത്തത്? കണ്ണൂരിൽ നവീൻ ബാബുവിന്റെ ADMന്റെ മരണം, ആത്മഹത്യ ചർച്ച ചെയ്ത മീഡിയ അതിനെ ഒരു വലിയ ലെവലിലേക്ക് കൊണ്ടുപോയ ഈ പറയുന്ന എന്താ പറയുന്ന മാധ്യമങ്ങളുടെ അതിരുകടന്ന പ്രവർത്തനം എന്തുകൊണ്ട് അതിലൊന്നും കിടക്കണ്ട? വയനാട്ടിലെ വിഷയത്തില് കേരളത്തിലെ കേരളത്തിലെ രണ്ടാമത്തെ പ്രമുഖ പാർട്ടിയായ കോൺഗ്രസിന്റെ നേതാവും മകനും ആത്മഹത്യ ചെയ്ത സംഭവത്തിലെ അഴിമതിയെ പറ്റിയുള്ള ചർച്ചകൾ, അല്ലെ ഈ മരണത്തെ പറ്റിയുള്ള ചർച്ചകൾ എന്തേ മാധ്യമങ്ങൾ നടത്താൻ? ഇതാണ് ഞങ്ങളുടെ ചോദ്യം. എല്ലാ വിഷയത്തെയും തുല്യ തൂക്കത്തിൽ, അതിന്റെ ഗൗരവത്തിൽ, അതിന്റെ വിഷമതകൾ മനസ്സിലാക്കി സമീപിക്കേണ്ടതല്ലേ, കവർ ചെയ്യേണ്ടതല്ലേ? ഇതാണ് മാപ്രകൾ ഇങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ് പൊതുജനം അവരെ മാപ്രകളെന്ന് വിളിക്കേണ്ടി വരുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. എപ്പോഴെങ്കിലും നമ്മൾ മാധ്യമ പ്രവർത്തകർ ഇതിൽ നിന്ന് എന്തെങ്കിലും പാഠം പഠിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.